وإن منكم لمن ليبطئن فإن أصابتكم مصيبة قال قد أنعم الله علي إذ لم أكن معهم شهيدا ولئن أصابكم فضل من الله ليقولن كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فأفوز فوزا عظيما. ആയത്ത് 72. വഇന്ന മിൻകും നിങ്ങളിലുണ്ട് ലമൻ ലയുബത്തിഉൻ പിന്തി കളിക്കുന്നതായ കുറെ ആളുകളുണ്ട്. ഫഇൻ അസാബത്കും മുസീബ നിങ്ങൾക്ക് വല്ല നാശങ്ങളും ബാധിച്ചാൽ ഖാൽ അത്തരം ആളുകൾ പറയുന്നതാണ് ഖദ് അൻഅമല്ലാഹു അലൈ പടച്ചവൻ എൻ്റെ മേൽ വലിയ അനുഗ്രഹം ചെയ്തു. ഇദ് ലം അകും മഅഹും ഷഹീദ കാരണം ഞാൻ അവരോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. വലഇൻ അസാബകും ഫദ്ലും മിനല്ലാഹ് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വല്ല ഔദാര്യങ്ങളും ലഭിച്ചാൽ ലയഖൂലൻ അവർ പറയുന്നതാണ് കഅൻ ലം തകും ബൈനകും വബൈനഹു മവദ്ദ നിങ്ങളുടെയും അവൻ്റെയും ഇടയിൽ യാതൊരു സ്നേഹബന്ധവും ഇല്ലാത്തതുപോലെ പറയുന്നതാണ്. യാ ലൈതനി കുന്തു മഅഹും ആ കഷ്ടം ഞാൻ അവരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. ഫഅഫൂസ ഫൗസൻ അളീമാ അപ്പോൾ വമ്പിച്ച വിജയം വരിക്കാമായിരുന്നല്ലോ. ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ജിഹാദ്. അത് രണ്ട് നിലയിലാണ് നിർബന്ധമാകുന്നത്. ഒന്ന്, ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് പടച്ചവൻ്റെ മാർഗത്തിൽ സത്യത്തിൻ്റെ സന്ദേശം ഉയരുന്നതിന് ത്യാഗപരിശ്രമങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം. ഇത് വളരെ പുണ്യമായ കാര്യമാണ്. രണ്ട്, കഴിവിൻ്റെ പരമാവധി ശത്രുക്കളുമായി നല്ല നിലയിൽ കഴിയാൻ പരിശ്രമിച്ചിട്ടും അവർ പരിധി ലംഘിക്കുന്ന സന്ദർഭത്തിൽ അവരോട് പോരാടാൻ, അല്ലെങ്കിൽ അവർ ഇസ്ലാമിക സമൂഹത്തിലേക്ക് അക്രമം കാണിച്ച് വരുന്നതായ സന്ദർഭത്തിൽ അവരെ തടഞ്ഞു നിർത്താൻ ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വം പോരാട്ടത്തിന് ഇറങ്ങാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യും. ഈ സന്ദർഭത്തിൽ പോരാട്ടത്തിൻ്റെ പാതയിൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് എല്ലാ വിശ്വാസികളുടെയും ബാധ്യതയാണ്. ഇത്തരം ഘട്ടത്തിൽ കപടവിശ്വാസികളായ ആളുകൾ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. സൂറത്ത് ആല ഇമ്രാനിൽ അവരെക്കുറിച്ച് പറയപ്പെട്ടു,
ഇവിടെ വീണ്ടും അവരുടെ സമീപനത്തെ പറ്റി പറയുകയാണ്. وَإِنَّ مِنكُمْ لَمَن لَّيُبَطِّئُنَّ തീർച്ചയായും നിങ്ങളിൽ പിന്തിക്കളിക്കുന്നതായ ചില ആളുകളുണ്ട്. എല്ലാവരും പടച്ചവൻ്റെ മാർഗത്തിൽ പുറപ്പെടൽ നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ അത് ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഭീരുത്വം പകരുന്ന നിലയിൽ പിന്തിക്കളിക്കുന്ന കുറേ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. അവരുടെ തെറ്റായ പ്രചാരണങ്ങളിൽ നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. وَإِنَّ مِنكُمْ لَمَن لَّيُبَطِّئُنَّ കാരണം ഇവർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. فَإِنْ أَصَابَتْكُمْ مُصِيبَةٌ قَالَ قَدْ أَنْعَمَ اللَّهُ عَلَيَّ നിങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ, സത്യത്തിൻ്റെ സരണിയിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും മുന്നേറ്റം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നാശങ്ങളും നഷ്ടങ്ങളും സംഭവിക്കും. അതും യഥാർത്ഥത്തിൽ വലിയ ലാഭവും വിജയവുമായിരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ബാധിച്ചാൽ ഇവർ വല്ലാതെ സന്തോഷിക്കുന്നതാണ്. قال قد أنعم الله علي إذ لم أكن معهم شهيدا ജിഹാദിൽ പങ്കെടുക്കാതിരിക്കുന്നത് വലിയ മേന്മയായും പടച്ചവൻ്റെ അനുഗ്രഹമായും അവർ പറയുന്നതാണ്. എനിക്ക് അവരുടെ കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ലല്ലോ, പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്കും പരാജയമുണ്ടാകുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടുമായിരുന്നല്ലോ. അതുകൊണ്ട് വലിയൊരു സൗഭാഗ്യമായി അവർ മഹത്തായ ജിഹാദിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെ കാണുന്നതാണ്. وَلَئِنْ أَصَابَكُمْ فَضْلٌ مِّنَ اللَّهِ ഇനി നിങ്ങൾക്ക് പടച്ചവൻ്റെ ഭാഗത്ത് നിന്നും വല്ല ഔദാര്യവും ലഭിച്ചാൽ, പടച്ചവൻ്റെ ഔദാര്യം, വിജയം ലഭിച്ചു, മുന്നേറ്റം ലഭിച്ചു, അത് ദീനിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുമ്പോൾ അതിലെന്തെങ്കിലും വിജയങ്ങളും മുന്നേറ്റങ്ങളും ലഭിക്കുന്നത് പടച്ചവൻ്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. وَلَئِنْ أَصَابَكُمْ فَضْلٌ مِّنَ اللَّهِ لَيَقُولَنَّ كَأَن لَّمْ تَكُن بَيْنَكُمْ وَبَيْنَهُ مَوَدَّةٌ നിങ്ങളുടെയും അവരുടെയും ഇടയിൽ യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ അവർ പറയുന്നതാണ്. യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമാ കഷ്ടം, ഞാൻ അവരുടെ കൂട്ടത്തിൽ കൂടിയിരുന്നെങ്കിൽ എനിക്കും വമ്പിച്ച വിജയം വിജയിക്കാമായിരുന്നല്ലോ. ഇടയ്ക്ക് പറയുന്നു, അവരുടെ ഇത്തരം വാചകങ്ങളുടെ ധ്വനി അറിയിക്കുന്നത് ഇവർ നമ്മളിൽ പെടാത്തതുപോലെ, സത്യവിശ്വാസികളിൽ പെടാത്തതുപോലെ അവർ സംസാരിക്കുമെന്നുള്ളതാണ്. കഅല്ലം തകും ബൈനകും വബൈന അവരുടെയും നിങ്ങളുടെയും ഇടയിൽ, സത്യവിശ്വാസികളുടെയും ഇടയിൽ മവദ്ദത്തുൻ സ്നേഹബന്ധമൊന്നും ഇല്ലാത്തതുപോലെ അവരിങ്ങനെ പറയുന്നതാണ്. അത് കാപഢ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സത്യവിശ്വാസികളോട് ആത്മാർത്ഥ ബന്ധമില്ലാതിരിക്കലും നിഷേധികളോട് മാനസികമായ അടുപ്പമുണ്ടായിരിക്കലുമാണ്.
كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فافوز فوزا عظيما. ചുരുക്കത്തിൽ കപടന്മാർ ബുദ്ധി കുറഞ്ഞവരാണ്, ചിന്ത തെറിച്ചവരാണ്, സത്യവിശ്വാസം ബലഹീനമായ ആളുകളാണ്, അങ്ങേയറ്റം ഭീരുക്കളാണ്. അല്ലാഹു തആല അവരുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്താൻ പറയുന്നു. കാരണം ഇത്തരം ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നതാണ്. ഒരു സത്യവിശ്വാസിയുടെ ഗുണമെന്താണ്? ദീനിൻ്റെ പരിശ്രമങ്ങളിൽ കഴിവിൻ്റെ പരമാവധി സഹകരിക്കുക എന്നുള്ളതാണ്. നാവ് കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ പ്രത്യേകിച്ചും ബന്ധപ്പെട്ട ആളുകൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ അല്ലാഹു തആല ഈ ആയത്തിലൂടെ ജാഗ്രത പുലർത്താൻ സത്യവിശ്വാസികളോട് പറയുകയാണ്. കഴിഞ്ഞ ആയത്തിനും ജാഗ്രത പുലർത്താൻ പറഞ്ഞു. ആ ജാഗ്രതയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കപടവിശ്വാസികളെ കരുതിയിരിക്കണം. പ്രത്യേകിച്ചും ഭീരുക്കളായ ആളുകൾ, മനുഷ്യരിൽ ഭീരുത്വം പടർത്തുന്നതായ ആളുകൾ, അവരുടെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാകും എന്നുള്ളത് പടച്ചവൻ്റെ ഒരു തീരുമാനം കൂടിയാണ്. അതിൽ ധാരാളം നന്മകളുമുണ്ട്. സത്യവിശ്വാസം ഇത്തരം ആളുകളിലൂടെയാണ് കടഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പരിപൂർണ ജാഗ്രതയും സൂക്ഷ്മതയും സമൂഹത്തിലുണ്ടായിത്തീരും. അല്ലാഹു തആല അതുകൊണ്ട് പറയുന്നു, പോരാട്ട വേളകളിൽ പിന്മാറുന്ന, മറ്റുള്ളവരിലും ഭീരുത്വം പടർത്താൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. അവരുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. നിങ്ങൾക്ക് വിജയം ലഭിച്ചാലും അവർ പ്രശ്നമായിരിക്കും, പരാജയം ലഭിച്ചാലും അവർ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ കാണിക്കണം. നിങ്ങൾക്ക് പരാജയം വല്ലതും ലഭിച്ചാൽ അവർ പൊട്ടിച്ചിരിക്കുകയും അവർ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുകയും ചെയ്യും. നിങ്ങൾ വിജയിച്ചാൽ അവർ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ അനാവശ്യമായ മറ്റ് വികാരങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ധ്വനികൾ, അങ്ങനെയുള്ള കാര്യങ്ങളും അവരുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് ഇത്തരം ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഉണർത്തുന്നു. അല്ലാഹു കാപഢ്യത്തിൻ്റെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.